ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ INFJസിനെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ചുരുക്കം ചില അനുഭവങ്ങളിൽ നിന്നും എൻ്റെ ചുരുങ്ങിയ കുറച്ച് അറിവുകളിൽ നിന്നൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് എത്രമാത്രം ശരിയാവുമെന്നൊന്നും അറിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ INFJസിനെ പറ്റിക്കാൻ എളുപ്പമാണ്, പക്ഷെ അവർക്കത് മനസ്സിലാവും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു നുണ പറയുകയാണ് വിചാരിക്കും. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നമുണ്ട്, എന്നാൽ ഒരു INFJനോട് ഒരു നുണ പറയണം. ഫോർ എക്സാമ്പിൾ, ഒരു INFJ മെയിലാണ് വിചാരിക്കുക. ഞാൻ ഒരു INFJ മെയിൽ എന്ന ലെവലിലാണ് സംസാരിക്കുന്നത്. INFJ മെയിലിനോട് നമ്മൾ പറയണം, നമുക്കൊരു കാര്യമായി പ്രശ്നമുണ്ട് കേട്ടോ പറഞ്ഞിട്ട് ഭയങ്കര അപ്പുറത്തിരിക്കുന്ന ആൾ കൺവിൻസ്ഡ് ആവണ പോലെ നമ്മളാണ് കരഞ്ഞു വിചാരിക്കുക. അവരൊരു പക്ഷേ അത് മനസ്സലിഞ്ഞിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അവരത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്ത കള്ളത്തരടന്ന് പിടിക്കും. അപ്പോൾ അതിലെത്തി കഴിഞ്ഞ് പിടിയിട്ട്. കാരണം എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചോളം ഈ INFJ മെയിൽസിനെ സംബന്ധിച്ചോളം നമുക്കൊരു ഇൻഡ്യൂഷൻ കാര്യമായി വർക്ക് ചെയ്യും. INFJസിന് മൊത്തമുള്ളൊരു ഗുണമാണത്. നമ്മൾ കൂളായിട്ടിരിക്കുകയാണെങ്കിൽ മാത്രം കേട്ടോ നമുക്കൊരു ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യും. ഇവരെ പറ്റിക്കാണോ ജെനുവിനാണോ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഇന്ന് സംസാരിച്ച് ഇന്ന് നമ്മുടെ അടുത്ത് നല്ല ചക്കരയും മുത്തേ പറഞ്ഞിരിക്കുന്ന ഒരാൾ നാളെ വേറെ രീതിയിലൊക്കെ പെരുമാറുക, അതിലെന്തെങ്കിലും ആ ടോണിൽ വ്യത്യാസം വരിക, ആ ഒരു ഊർജ്ജത്തിൽ വ്യത്യാസം വരിക പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ നല്ല സെൻസിറ്റീവായ ആളുകളാണ്. ഈ സെൻസിറ്റീവായ ആളുകളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ വൈബിൽ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ നമുക്കത് സെൻസ് ചെയ്യാൻ സാധിക്കും, നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു ഗുണമുണ്ട്. ഇപ്പോൾ INFJ ആളുകളെ പറ്റിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഒരു വട്ടം പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരത് മറക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ ക്ഷമിക്കുന്നുണ്ടായിരിക്കാം, രണ്ടാമത്തെ വട്ടം ക്ഷമിക്കുന്നുണ്ടായിരിക്കാം, മൂന്നാമത്തെ വട്ടം കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നെ അങ്ങനെ ആയിരിക്കില്ല. പിന്നെ അവർ നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർ കാര്യമായിട്ട് അത് ബാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിലും INFJ ഉണ്ടായിരിക്കും. ആരുമില്ലെങ്കിലും INFJ മെയിൽ ഉണ്ടായിരിക്കും. ഫീമെയിലിൻ്റെ കാര്യമല്ല പറയുന്നത്, എനിക്ക് ഫീമെയിൽസിൻ്റെ കാര്യം അറിയില്ല. കാര്യമായിട്ട് INFJ മെയിൽ അങ്ങനൊരു കാര്യമില്ല പറയും. അപ്പോൾ അവരെ പറ്റിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അഥവാ ഒരു വട്ടം അവർ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജന്മത്ത് വർക്കില്ല, അവർ മൈൻഡിലെ സാധനം ഉണ്ടായിരിക്കും. പക്ഷെ സാധാരണ നമ്മളിതൊക്കെ മറക്കുക ചെയ്യുക. നമ്മളത് ഒരാളിപ്പോൾ നമ്മൾ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമമായിട്ട് സംഭവമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അയാളോട് പുറത്തിട്ടും അയാളോട് പിന്നെ കമ്പനിയോ ഒക്കെ ചെയ്യേണ്ടായിരിക്കും. പക്ഷെ എപ്പോഴും അങ്ങനെയാവണമെന്നില്ല. നമ്മളൊരു പ്രത്യേക ലെവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രതികാരമൊന്നും ചെയ്യില്ല. പക്ഷേ അയാൾ മരിച്ചു നമ്മുടെ മൈൻഡിലാണ് വിചാരിക്കും. അപ്പോൾ പിന്നെ ആൾ ജീവനോടെ അവിടെ വന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചത്ത ഒരാളുടെ പ്രേതം വന്ന് നമ്മളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വലിയ സംഭവം തോന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങളും. ഇപ്പോൾ INFJ മെയിൽസിനെ പറ്റിക്കാൻ എളുപ്പമാണോ വെച്ചാൽ പറ്റിക്കാൻ എളുപ്പമാണ്. പറ്റിക്കണ്ടിരിക്കാൻ ശ്രമിക്കുക, അതാണ് കാര്യം. INFJ മെയിൽസ് ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് തേപ്പും പണികളും എട്ടിൻ്റെ പണികളും പറ്റിക്കലുകളും ഒക്കെ പണിയിട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇതെന്നൊക്കെയാണ് നമ്മൾ നല്ല സുഹൃത്തുക്കളെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കും. നമ്മളവരോട് പറ്റിക്കുന്ന സുഹൃത്തിനെ നമുക്ക് പറ്റില്ല. INFJ മെയിൽസിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ മനസ്സിലാക്കുന്ന, അവരെ അവരായിട്ട് അംഗീകരിക്കാൻ കഴിയുന്ന ആളുകൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കൊടുത്താൽ മതി INFJ മെയിൽസിന്. ഫോർ എക്സാമ്പിൾ, INFJ മെയിൽസിന് സെൽഫ് കെയർ ചെയ്യാനൊക്കെ വളരെ പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങുക എന്നൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് എത്ര മണിക്കറിയും? 1:37 രാത്രി 1:37 വീഡിയോ എടുക്കുന്നത്. ഈ സമയത്ത് ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. എനിക്കൊരു 4-5 മണിക്കൂറൊക്കെയാണ് മാക്സിമം ഞാൻ ഉറങ്ങലുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ടെൻഷൻ അടിക്കും, അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് എന്നെ സ്നേഹിക്കണമെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ, സ്നേഹിക്കണം എന്നല്ല ഞാൻ പറയാം, ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ കൃത്യസമയത്ത് ഉറങ്ങാൻ പറയുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറയാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, വെള്ളം കുടിക്കാൻ പറയുകയൊക്കെ ചെയ്യാം. നമുക്കിതൊക്കെ തോന്നുന്നത് എത്ര നിസ്സാരമായ കാര്യത്തിൽ നിന്ന് സ്വയം ചെയ്യാൻ അറിയില്ലേന്ന്. ഞങ്ങൾക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനാണ് പാട്. ഈ വലിയ വലിയ സാധനമൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ചെയ്യും. നിങ്ങൾക്ക് ടഫായി തോന്നിയ കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു പക്ഷേ വളരെ സിമ്പിളായിട്ട് ചെയ്യും. ഒരു പക്ഷേ സാധാരണ നിങ്ങൾക്ക് ഈ വളരെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളില്ലേ, ഇതാണ് ഞങ്ങൾക്ക് വളരെ സിമ്പിൾ സാധനമായിരിക്കും അത്. പക്ഷേ ഞങ്ങൾക്കത് ഭയങ്കര പ്രശ്നമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാവിലെ കറക്റ്റ് ടൈമിൽ എണീറ്റ്, ഒരു ദിവസമൊക്കെ പറ്റുന്നുണ്ടായിരിക്കും കറക്റ്റ് ടൈമിൽ എണീറ്റ് കറക്റ്റ് സ്ട്രക്ചേർഡായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഭയങ്കര പാടാണ്. സംഭവം ഞങ്ങളുടെ മൈൻഡിനുള്ള സ്ട്രക്ചറൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇത് അങ്ങനെ വിഷയമാണ്. അതേപോലെ ഒരു ഓഫീസിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നിസ്സാരമായ ജോലിയായിരിക്കും. പക്ഷെ ഒരു ദിവസമൊക്കെ എങ്ങനെ ചെയ്യേണ്ടത്, രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ കിളി പാറും. നമുക്കൊന്നും എന്താ പൊതുവെ നിസ്സാര കാര്യമില്ല, അവിടെ ഒന്നും ചെയ്യല്ലേ വേണ്ടുള്ളൂ. പക്ഷേ INFJ ആളുകൾക്ക് വലിയ വിഷയമാണത്. പിന്നെ
ഈ വളരെ ഫോർമാലിറ്റിയും കാണിച്ച് ഫേക്ക് ആയിട്ടുള്ള ജസ്റ്റേഴ്സും കാണിച്ച്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ്, യു ആർ മൈ എവറിത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ ഒലിപ്പിരി കേസുകളും സംഭവങ്ങൾ കേട്ട് INFJ മേഴ്സിനെ, എന്നെപ്പോലുള്ള INFJ മേഴ്സിനെ, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ആളുകളെ പറ്റിക്കുന്നൊക്കെ ഉണ്ടായിരിക്കാം പലരും. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കത് പെട്ടെന്ന് പിടികിട്ടും. നമ്മളെ മറ്റേ ആൾ ഊക്കാൻ വേണ്ടി വന്നിറക്കാൻ, നമ്മളെ പറ്റിക്കാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ നിന്ന് തരുന്നുണ്ടായിരിക്കും. അത് ഏത് ലെവൽ വരെ പോകുമെന്ന് അറിയാനാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ നമ്മളെ തന്നെ ട്രോളുന്ന ആളുകളാണ്. ഇപ്പം ഞാൻ എന്നെ തന്നെ ട്രോളും. അതായത് ഞാൻ പൊട്ടനൊന്നുമല്ല. അപ്പം ഞാൻ എന്ത് മണ്ടനാണില്ലേ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അപ്പുറത്തേക്ക് ഞങ്ങൾ ആ സത്യമാണെന്ന രീതിയിൽ എങ്ങനെ ഇട്ടുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് വിചാരിക്കട്ടെ. ഭയങ്കര ഫണ്ണി ആയിട്ട് രീതിയിൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. അയാൾ അങ്ങനെയാണല്ലോ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. അയാളുടെ ഇതിൽ കൂടുതൽ തമാശയും കാര്യങ്ങളായിരിക്കും. പക്ഷേ അയാളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അപ്പോഴും അയാൾ ഫണ്ണി കാര്യങ്ങളല്ലേ പറയുന്നത്. ഇയാളിങ്ങനെയാണ്, ഇയാളൊരു മണ്ടരാണ്, പൊട്ടരാണ്, അല്ലെങ്കിൽ ഇയാളൊരു മണ്ടൻ കഥാപാത്രത്തെ എന്ന് അവതരിപ്പിച്ച് ഇയാൾ മണ്ടരാണ്, അങ്ങനെയൊക്കെ വിധിയെഴുത്തിയ ഞങ്ങളുടെ സ്വഭാവം മാറും. അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. നമ്മളെന്ത് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ തമാശ പറയുന്നു, ചളിയടിക്കുന്നു, നമ്മളെ തന്നെ ട്രോളുന്നു, അല്ലെങ്കിൽ ഒരാളോട് നമ്മളൊക്കെ ക്ഷമിച്ചിട്ടുണ്ടാവും ചില കാര്യങ്ങളിൽ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ സോറി പറയും. ഇതാണ് വലിയൊരു വിഷയം. അപ്പം ഞാൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ പലപ്പോഴും സോറി പറയും. അപ്പോൾ ആളുകൾ വിചാരിക്കും ഞാൻ ശരിക്കും തെറ്റ് ചെയ്തൊന്നും അല്ല എന്ന് വെച്ചാൽ അപ്പുറത്തേക്ക് ആളെ സന്തോഷിപ്പിക്കാനും, അയാളൊന്ന് ഹാപ്പി ആയിക്കോട്ടെ പാവം എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ എന്താ അതിൻ്റെ പേരിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാണ്ടിരിക്കാനൊക്കെ പോട്ടെ സോറി അല്ലേ പുല്ലി പറഞ്ഞിട്ട് ഉള്ളിൽ മൈരിയെന്നൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ സംഭവം അങ്ങനെയാണ്. പക്ഷെ അത് കണ്ടിട്ട് പുറമേയുള്ള ആളുകൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മളാണ് തെറ്റുകാരെന്നൊക്കെ വിചാരിക്കും. അതേപോലെ വേറെ ചില അവസ്ഥകളുണ്ട്. എന്തായിരുന്നു പോയിൻ്റ്? അതാണ് ആ പോയിൻ്റ് മറന്നു. നമ്മൾ വരുന്നൊരു ലീനിയേജ് ഉണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി. അതായത് ചില സമയത്ത് ഇപ്പോൾ ഒരാൾ എന്നോടൊരു തെറ്റ് ചെയ്തു വിചാരിക്കുക, ഞാൻ അയാളെ ഫേസ് ചെയ്യുമ്പോൾ എനിക്കൊരു വിഷമമുണ്ടായിരിക്കും. അപ്പോൾ ആൾ വിചാരിക്കുക ഞാൻ അയാളോട് തെറ്റ് ചെയ്തു എന്നാണ്. അല്ല, അതായത് അയാൾ എന്നോടൊരു തെറ്റ് ചെയ്തു, ഇനി അയാൾക്ക് എന്നോട് കുറ്റബോധം അല്ലെങ്കിൽ അയാൾക്ക് അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ച് അയാളുടെ ആ ബുദ്ധിമുട്ട്, ആ വിഷമം ഞാൻ അനുഭവിക്കുന്നതാണ് ആ സാധനം. ഓക്കെ. പക്ഷെ നമ്മളറിയാത്ത ആളുകൾ വിചാരിക്കുക ഞാൻ അയാളോട് എന്തോ തെറ്റ് ചെയ്തു എന്നൊക്കെയാണ്. അങ്ങനെ വിഷയം. ഫോർ എക്സാമ്പിൾ, എന്നോട് ഒരാൾ 1000 രൂപ വാങ്ങി, അത് എനിക്ക് കറക്റ്റ് ടൈമിൽ തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റേ ആളെ ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് വിഷമമാകും. അപ്പോൾ ആൾ വിചാരിക്കും ഞാൻ അയാളെ പറ്റിച്ചിട്ട് 1000 രൂപ വാങ്ങിയ പോലെയാണ് ഇത് കാണുന്നവർക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ INFJ മെയിൽസ് വളരെ സെൻസിറ്റീവാണ്. പറ്റിക്കാണ്ടിരിക്കുക, പാവം കിട്ടും പറ്റിച്ച. അത് അങ്ങനെയല്ല. INFJ മെയിൽസ് ഒരു ലെവൽ വരെയൊക്കെയാണ് പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കുകയുള്ളൂ. ഒരു പ്രത്യേക ലെവൽ കഴിഞ്ഞാൽ നമ്മളെല്ലാ മനുഷ്യന്മാരെ പോലെ തിരിച്ചടിക്കാൻ നിൽക്കില്ല നമ്മൾ, പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യില്ല, പിന്നെ അവർ ചത്തു എന്ന് വിചാരിക്കും. അതൊക്കെയാണ് കാര്യം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. താങ്ക് യു. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. നമ്മൾ കൂടുതലും ഇവിടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു കേരളത്തിലുള്ള നമ്മുടെ ഒരു മലയാളി എന്ന ലെവലിലുള്ള, ഇൻട്രോവേർട്ട് എന്ന ലെവലിലുള്ള, ഒരു ആംബിവേർട്ട് എന്ന ലെവലിലുള്ള ഞാനൊരു സ്പെക്ട്രത്തിലാണ് നിൽക്കുന്നത്, ഇൻട്രോവേർട്ട് ആംബിവേർട്ട് സാധനം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു INFJ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു INFJ മെയിലോ ഫീമെയിലോ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, ഫ്രണ്ടായിട്ടോ കസിനായിട്ടോ പാർട്ട്ണറായിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ, അച്ഛനോ അമ്മയോ ഒക്കെ ആയിട്ടും അനിയനോ അനിയത്തിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.